ഹായ് ഗായ്സ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയൊരു ഡിഷാണ് കോഴിക്കാല്. എന്തിനാണ്? കോഴിക്കാല് വെച്ചൊരു കറി. അതെ, ചില്ലി കോഴി അതെ. ഇത് നല്ല ഓട്ടം ആയിരിക്കുമെന്നാണ് എല്ലാരും പറയുന്നത്. ഇത് നമ്മൾ ഇട്ട അല്ലേ വൈറലാവുമെന്നാണ് നമ്മൾ കേട്ടത്. ദാസന്റെ സജഷൻ ആയിരുന്നു. അവന് ഭയങ്കര കൊച്ചിലെ തൊട്ട് ആഗ്രഹമാണ് കോഴിയുടെ ഇങ്ങനെ തത്തി തത്തി നടക്കുമ്പോ ആ കാല് എനിക്ക് വെട്ടിയെടുക്കണം എന്ന ആഗ്രഹം അവൻ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണെന്ന് അറിഞ്ഞൂടെ, ഇന്ന് ആള് നല്ല കൂടുതലാ. എല്ലാരും വീട്ടിൽ കഥ കുറ്റിയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോ തിരക്കുകളാണ്. നമ്മളങ്ങനെ വിടൂല. നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാരും കൊണ്ട് നമ്മള് റൂമിൽ പോയി അവർക്ക് ഇത് കൊടുക്കും. അവര് കഴിക്ക് ട്രൈ ചെയ്യണ റിയാക്ഷൻ നമ്മളെടുക്കും. ആരെ പട്ടി എന്ന് പറയുന്നത് കുറെ സ്ഥലങ്ങളിൽ ഭയങ്കര ഒരു യമ്മിയായിട്ടുള്ള സാധനമാണ്. അല്ല, വീഡിയോ ഒക്കെ കണ്ടപ്പോ കുറച്ച് കൊള്ളാൻ തോന്നുന്നു. അത് ഡിസ്കസ്റ്റിംഗ് ആണെങ്കിൽ ഇത് നല്ല ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. നമുക്ക് ഭയങ്കര കോളേജൻ കൂടുതലുള്ള സാധനമാണ്. നമ്മള് ജോയിന്റ്സിന് നല്ലതാണ്, പിന്നെ മസിൽസിന് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. സ്കിന്നിന് നല്ലതാണ്. ഇത് പ്രത്യേകം ക്ലീൻ ചെയ്തതിന് അവന് പുരസ്കാരം ഇതേപോലെ ക്ലീൻ ചെയ്തത് സീക്ക് നമുക്ക് വേണ്ടി ഈ നഖങ്ങളൊക്കെ വെട്ടി വെടുപ്പാക്കി തന്നിട്ടുണ്ട്. ഇത് ഡിസ്കസ്റ്റിംഗ് ആയതെന്ന് തോന്നണം ആദ്യം. കോഴി ഇങ്ങനെ തടക്കുമ്പോഴത്തേക്ക് അതിന്റെ കാലിൽ കുറച്ച് അതെ, ഈ ഇടയിലൊക്കെ എന്തെങ്കിലും വരുമല്ലോ. പിന്നെ ഈ താഴെ തഴമ്പ് അതൊക്കെ അവൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഫസ്റ്റ് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈ തൊലി കളയാം, ഈ മേളിലെ തൊലി. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് കുക്കറിൽ ഒരു വിസിലടിച്ച് വെള്ളം തിളപ്പിക്കുമ്പോ അത് പീൽ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഫസ്റ്റ് പീൽ ചെയ്യാൻ വേണ്ടി വെള്ളം ചൂടാക്കാം. അപ്പൊ നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി കുക്കറിലോട്ട് ഇടാം. കുറച്ച് വെള്ളം കൂടി. ഇതിന് നമ്മൾ ഒരു വിസിൽ വേണ്ട. തിളയ്ക്കുമ്പോ മഞ്ഞപ്പൊടി ഉപ്പും കൂടി വേണമെങ്കിൽ ഇടാം. അപ്പൊ കുറച്ചൊന്ന് ക്ലീൻ ആവും. അപ്പൊ ഇതിനെ അടച്ചു വെച്ചിന് നമുക്ക് ഹൈ വിസിലൊന്ന് ബോയിൽ ആക്കാം. ഗൈസ്, നമ്മളിതാ ഇതിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി മലക്കറി സവാളക്ക് ഇരിക്കും. ആരാണ് നല്ലതായിട്ട് അരിയണേന്ന് നോക്കാം. പ്രൈസ് ഉണ്ട് കേട്ടാ. അതെന്താ ഇത് കണക്ക് അടുക്കി വെക്കണം, അതിലാണ് കഴിവ്. നല്ലോണം അരിയുടെ എന്തിനു കാണിക്കുന്നത്? എടാ, ഇത് കട്ടിയായിട്ട് അരിയുമ്പോഴേ അതിലൊരു ക്രിസ്പിനെസ് വരും. ഇപ്പൊ വിരള് ഫിംഗർ ചിപ്സ്. ഇവൻ കറക്റ്റ് ചില്ലി ചിക്കന് വേണ്ടിട്ടുള്ള പീസ് ക്യൂബ് കണക്ക് ചെയ്തുകൂടെ? ചില്ലി കാല്, ഇതിന് എന്തിനാണ് ഇംഗ്ലീഷിൽ പറയണത്? ചിക്കൻ ഫീറ്റ് എല്ലാം തിളച്ച് എന്തൊക്കെയോ തെറിച്ചു. കോളേജൻ അത് നല്ലതാ. ഇപ്പൊ തുറക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. അപ്പോഴത്തേക്ക് നമ്മളിതാ ഇവിടെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഗൈസ്. തക്കാളി ഉണ്ട്, മുളകുണ്ട്, വേറെന്തുണ്ട്, മല്ലിയില, സവാള, കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യും അല്ലേ? കേൾക്കുമ്പോ തന്നെ അഖിൽദാസ് ആർക്കും കൊടുക്കുമെന്നാണ് അഖിൽദാസ് പറയുന്നത്. എന്താവും ഒരു പിടിയില്ല. തഴമ്പ് കൂടിയ ഒരു കോഴീന്റെ കാലെടുത്ത് കാണിച്ചപ്പോ നമ്മൾ കളയാടാ, വേണ്ട അത് വേണം, മസ്റ്റാണ്. മുറ്റി കോഴിയുള്ളത് ഒരുപാട് നിന്ന്. അപ്പൊ ഗൈസ്, തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറക്കാം. ഈ ഗ്യാസ് കുറച്ചുകൂടെ കളയാ. ഇനി തുറക്ക്. സൂപ്പ് ആയിട്ടുണ്ട്. കണ്ട, ഇതിലൊരു എണ്ണയുടെ സാധനം കണ്ട, ലെയർ. അത് ഈ ഫാറ്റ് ആണ് ഇതിന്റെ കൊളാജൻ ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ ലെഗ്സ് എടുക്കാം. തണുത്ത വെള്ളത്തിലോട്ട് ഇടാം. ഇങ്ങനെ ഇട്ട് അത് കാണുമ്പോ ഒരു ഈ ഏലിയൻസിന്റെ ഒക്കെ ഇതുപോലെ ഉണ്ടല്ലേ? അല്ല, നമ്മുടെ സിനിമയിലൊക്കെ കാണുമ്പോ എന്തരടേ, നമ്മള് എല്ലാം കോഴിയുടെ മുകളിലുള്ള കഴിക്കുകയില്ല. ഇതിനോട് എന്തിനാണ് വേർതിരിവ്? എന്നെ ഇത് പറഞ്ഞാൽ പറ്റിച്ചത്. കോഴിക്കാല ഓർഡർ ചെയ്യണമെന്ന്. പിന്നെ എന്താ ഇവൻ ചോദിച്ചു, കോഴിക്കാൽ ലെഗ്സ് തൈസാണ് ഓർഡർ ചെയ്യണേ. നമ്മൾ അതേന്ന് പറഞ്ഞു വന്നവനാണ് ഇവിടെ പിടിച്ചിരുത്തിയ ലെഗ്സ് കഴിക്കാൻ വന്നതാണ്. ചിക്കൻ ഫ്രൈ കണ്ട, ഇനി ഇങ്ങനെ ഇളക്കണം. കണ്ട, ഇപ്പൊ അതിന്റെ സ്കിന്ന് കണ്ട ഇങ്ങനെ ഇളകി വരും. നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാം, പീൽ ചെയ്ത് കളയണം. ഇപ്പൊ അതിന്റെ ഒരു ഡിസ്കസ്റ്റിംഗ് മാറിയില്ലേ? മാറി. ഇനി അഖിൽദാസ് ഫുള്ള് കഴിക്കും. നമ്മൾ അവന്റെ അടുത്ത് കൃഷ്ണനെ വിളിച്ചിട്ട് 15 കാല് തരാൻ പറഞ്ഞു. അവൻ 15 കോഴിയുടെ കാല് തന്നു. ഒരു പൂ ചോദിച്ചാൽ ആ ഒരു പൂക്കാലം നമുക്ക് കൊടുത്തു വിടും. എടുത്തെടുത്ത് പറഞ്ഞാ 15 കാലാണേ. അപ്പൊ അവൻ പേരായിട്ടേ കൊടുക്കോളം തോന്നുന്നു. ഞാൻ 120 നഖം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല പണിയായിരുന്നു. ഒരു നെയിൽ ആർട്ടിസ്റ്റ് പോലും ഒരു ദിവസം 120 വെട്ടൂല. പക്ഷെ അവൻ വെട്ടി. ഇതെന്താണ്?
എന്ത് ഇപ്പൊ തന്നെ ഇത് വെന്ത് ഇപ്പൊ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ കഴിക്കില്ല, നിങ്ങൾക്ക് കഴിക്കുന്ന ത്രോംബോസിസ് ഉള്ള കോഴിയാണെന്നോ അല്ലെ വെരിക്കോസ് ഉള്ള കോഴിയാണെന്നോ? ഇങ്ങനെ പറയില്ലേ, ഭക്ഷണത്തെ ഇങ്ങനെ അപമാനിക്കല്ലേ. എടാ പണ്ടൊക്കെ ഉണ്ടല്ലോ ആൾക്കാര് കോഴിയിലൊന്നും ഒരു പാർട്സും കളയില്ലായിരുന്നു മൃഗങ്ങളുടെ. പിന്നെ കുറച്ച് റിച്ച് ആയി തുടങ്ങിയപ്പോഴാണ് അല്ലേ ഫാമിംഗ് ഒക്കെ ഭയങ്കര ലാർജ് സ്കെയിൽ തുടങ്ങിയപ്പോഴതൊക്കെ കളഞ്ഞു തുടങ്ങിയത്. ഇങ്ങനെ എന്നെടാ ക്ലീൻ ചെയ്യണ വേറെ ലെയർ ആണ് വന്നത്. ഇത് വെന്ത ഒരു ലെയർ പോലെ വരുന്നു. അത് നമ്മൾ വെന്ത് ഇതിലിട്ട് വേവിച്ച്. അപ്പൊ ഇനി ഇത് ഉണ്ടാക്കി വരുമ്പോ പീസ് വല്ലതും കാണോ? ചിലപ്പം എല്ലാവരിടത്തും പീസ് വേറൊരിടത്തും ആവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഇളകിയൊന്നും വരുന്നില്ല കേട്ടാടാ. നമ്മളിലൊക്കെ നല്ലോണം ഇളകി വരണല്ലോ. ശ്രീകാന്ത എക്സ്പെർട്ട് എടുത്തോടാ മൊത്തം. ഇവിടെ നീ എന്തിനാ കാണിക്കണ? അതിപ്പോ എല്ലാം മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞു ഇത് എടുത്ത് എനിക്കത് മനസ്സിലാവണില്ല ഇത് എങ്ങനെയാണ് ഈ കോഴി കാലിലും നഷ്ടം. ഗൈസ് ഇങ്ങനെ കാണൂല. ഞാൻ വീഡിയോയിലൊന്നും ഇങ്ങനെ കണ്ടില്ല. എന്ത് ചെയ്യാ ഗൈസ്. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തു, പക്ഷെ കുറച്ച് മാംസം പോയെന്ന് തോന്നുന്നു. ഉണ്ട്, കുറച്ചുണ്ട്. അത് കൊളാട്രൽ ഡാമേജ് അല്ലേ? പക്ഷെ നല്ല യമ്മി അല്ലേ? ഇവ ഇടയ്ക്ക് KFC ഒരു മണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ബാക്കി പ്രോസസ്സിലോട്ട് കിടക്കാം. നമുക്കിത് ഇങ്ങനെ പുറത്തോട്ട് മാറ്റിയിട്ട് ഇതിലായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നത്. അല്ല, നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. ഓരോ ഡിസ്കസിങ് എന്ന് വെച്ച് മാറ്റി നിർത്തരുത്. എല്ലാരും ചേർത്ത് എല്ലാരും ട്രൈ ചെയ്തിട്ട് പരീക്ഷിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. എന്താണ് ഫസ്റ്റ് പരിപാടി? ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുക. എന്താണ് ഉണ്ടാക്കുന്നത്? ഫ്രൈ ചെയ്യണോ? ഏതാ പൊരിപ്പായിട്ട് ഇങ്ങനെ നമുക്ക് കടിച്ചു തിന്നുമ്പോഴും ഒരു ഇതുണ്ട്. ഇത് വേവിച്ചെടുത്ത് ഇത് വെന്തിരിക്കുകയല്ലേ, നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കായിരുന്നു. ഗൈസ് അപ്പൊ ഇവിടെ ഫ്രൈ ചെയ്യണോ അതോ ഈ കറി പോലെ ചിക്കൻ കറി പോലെ വെക്കാം? ഫ്രൈ ഐ വോട്ട് ഫോർ ഫ്രൈ. അങ്ങനെയാണെങ്കിൽ ഫ്രൈക്ക് അത് മസാല ഉണ്ടാക്കണ്ടേ? അപ്പൊ ഈ സവാളയും തക്കാളി എന്ത് ചെയ്യും? എടാ അത് നമ്മൾ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഒരു കറി പോലെ ഒരു ഗ്രേവി പോലെ ആക്കിയിട്ട് ഈ ഇതെടുത്തിട്ട് അതിലിട്ടിട്ട് നമ്മൾ ഗ്രേവി ആക്കും. അങ്ങനെ തന്നെ എല്ലാ കല്യാണത്തിനൊക്കെ ചിക്കൻ കറി കിട്ടണം അങ്ങനെ തന്നെ. അല്ല നീ പറയട്ടെ, ഞാൻ പറയില്ല. എന്തെങ്കിലും ഉണ്ടാക്കുക. എന്നാ അതൊന്നും അതിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇടും. അപ്പൊ ഇത് അണച്ചോ. പക്ഷെ അതിൽ കാര്യേ അതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും തന്നെ അത് ചെറുതായിട്ട് ഇങ്ങനെ ആക്കാം. അത് പിരിന്നു പോടാ. പക്ഷെ ഇത് കറിയാ. എനിക്ക് എടാ അങ്ങനെ നമുക്ക് വേറെ അത് കാണാല്ലേ, എവനിത് വേണം. കാര്യം ഇത് എവന്റെ കൊണ്ട് എവനിത് ഭയങ്കര ഇത് കറി പോലെ വെച്ച് കഴിഞ്ഞാല് ഒരു ഇതില്ല, പൊരിയായിട്ട് നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ കൊടുക്കേണ്ടതല്ലേ. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇത് ഞാൻ പൊരിച്ചോറിന് അവന് കൊടുക്കാം. അത് അവന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് പൊരിക്കാം. അപ്പൊ നമുക്കിത് ഏത് റെസിപ്പിയാണ് നല്ലതെന്ന് ആദ്യം നോക്കാം. അപ്പം അഖിൽദാസിന്റെ നിർബന്ധപ്രകാരം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അവന് കുറച്ച് ഫ്രൈ ആദ്യം കൊടുക്കാൻ പോവാം. അതെ, അതിനായിട്ട് ഇവിടെ മസാല സെറ്റ് ചെയ്യാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പിന്നെ മുളക് പൊടി ഉണ്ട്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. ഒരു പീസിന് മാത്രമാണ്. കുറച്ച് വെള്ളവും കൂടി ഇതിലൊന്നും ഒഴിക്കും. മസാല സെറ്റ്. ചേട്ടന് വേണ്ടിട്ട് എന്തെല്ലാം പ്രയത്നമാണെന്ന് അറിയാമോ? നിർബന്ധമില്ല, ഇല്ല കൊച്ചു പിള്ളേരുടെ നിർബന്ധമാണ്. എനിക്ക് തോന്നുന്നു എനിക്കും ഫ്രൈയോടൊരു ഇതുണ്ട്. അപ്പൊ പിന്നെ ചേട്ടന് വരണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവന് കറിയോടാണ് ചായ. ആ ചിക്കൻ ഒരെണ്ണം കൂടി, ഒരു 2-3 എടുക്കും. കുഴച്ചെടുക്കുകയാണ്. പക്ഷെ ഫ്രൈ എനിക്ക് തോന്നുന്നു ഫ്ലോപ്പ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ മസാല പെരളണ ഒരു രീതി. മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പെരളിന കോട്ടിങ് മസാല മതി. ഉപ്പുണ്ടോന്ന് നോക്കിയാൽ ഇല്ലടാ ഇത് സെറ്റ് ആയിരിക്കും. ഈ കട്ടിക്ക് പെരട്ടുന്നില്ല, ഫ്ലോപ്പ് ആക്കാൻ നോക്കുന്നു. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കാം. കേട്ടോ ആ ഒരു സൗണ്ട് ഉണ്ടായില്ല. ബീഫ് ഫ്രൈയോ? ഡീപ് ഫ്രൈ. അപ്പം നമ്മളിത് ഓഹോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ കാണാൻ ഒരു രസമുണ്ട് കയ്യിലാക്കുന്നു. നമുക്കത് എടുത്തോണ്ട് ചിലപ്പോ ഇതായിട്ട് തോന്നാനേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സിന് ഒരു ഇതായിരിക്കും, കാണുമ്പോ ഒരു കൊതി വരാൻ ചാൻസ്. ഇത് ആർക്കെങ്കിലും ഇത് കൊടുക്കണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ഇത് വെച്ച് തരാം, വന്നാ മതി. സീറോ ബഡ്ജറ്റ് ആണ്. ഇതാകുമ്പോ ബഡ്ജറ്റ് ഇല്ല, കാല് ഫ്രീയാ. അല്ല, ഇതേപോലത്തെ സാധനങ്ങൾ നമ്മൾ ഈ തായ്ലൻഡിലേക്ക് മറ്റേ സ്ട്രീറ്റ് ഫുഡ് സാധനത്തിൽ കണ്ടിട്ടില്ല. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് അവരിതൊക്കെ കഴിക്കാറുണ്ട്. ഗൈസ് അപ്പോ ഇത് അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. കണ്ട ഇത് ഓഫ് ചെയ്യടാ തീ ഓഫ് ചെയ്യടാ. വലത്തോട്ട് എടുത്തോ. ഇടത്തോട്ട് ഇടതും വലുതും അവൻ അറിഞ്ഞൂടല്ലോ. എടാ നിന്റെ ലെഫ്റ്റ് എന്റെ റൈറ്റ് ആണ്. അത് മനസ്സിലാക്കണം നിങ്ങള്. വല്ല മുറ ഇറക്കണോ? നമുക്ക് അങ്ങനെ വെറുതെ ഇടണ്ട. നമുക്ക് കുറച്ച് പ്രസന്റേഷൻ ഒക്കെ ചെയ്ത്. എടാ ഇതാണ് ലുക്ക്. കുറച്ച് കോളമായത് അല്ല
ഇങ്ങനെ ഇപ്പൊ ഇത് കാണൂല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തോന്നൂല. ടെസ്റ്റിംഗ് സെഷൻ ആയിട്ട് കഴിക്കും. നെല്ല് ചൂടല്ലേ? അത് കുഴപ്പമില്ല, ചൂടോടെ കഴിക്കണം. ചൂടൊന്നും ആറട്ടെ. ഇപ്പൊ എടുത്തല്ലേ ഉള്ളടേ. ചൂടില്ല വേണ്ട. അതൊക്കെ പോയി കാണാം. സാധാ തട്ടിടെ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ഒരു അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് കുഞ്ഞിക്കാല്. തഴമ്പുള്ള കാല് വേണ്ട. ഇത് നീ ആദ്യം ഇവിടെ കടി, ഇവിടെ കടി. അവിടെ അല്ലേ ഇവിടെ. നടുക്ക് അത് നല്ല ആ വിരൽ അങ്ങനെ നിൽക്കട്ടെ. ഓ അത് മിഡിൽ ഫിംഗർ കാണിച്ചേണ്ട പോയി. മനസ്സിലാവുന്ന കൊള്ളാം. ക്രിസ്പ്. നിനക്ക് ഇരിക്കട്ടെ ഒരു കൊല്ലം. തൊലി എടുത്തപ്പോഴേ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിപ്പോ എല്ല് കുറെ ആയി. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി നിങ്ങൾ പറയൂ, ഫ്രൈ അല്ലേ നല്ലത്? അത് മറ്റേതോടെ ഉണ്ടാക്കി നോക്കിയാലല്ലേ അറിയാവൂ. അപ്പോൾ മറ്റേ ഞാൻ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇവന് ട്രൈ ചെയ്ത് കൊടുക്കാം. മറ്റേതല്ല, ഇത് തന്നെ ആയിരിക്കും ടേസ്റ്റ്. കാര്യം ഇതില് ആ ഡിസ്കസ്റ്റിംഗ് സാധനം നമുക്ക് കിട്ടൂല, ഫ്രൈ ആയി. അപ്പൊ നമുക്ക് മറ്റേ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാം. അല്ല ഇതിപ്പോ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്താലേ ആരൊക്കെ തിന്നുമായിരിക്കും ഇത്? ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നന്ദു കൃഷ്ണൻ, നന്ദു ബിആർ, അരുണ്, അഖിലേഷ്. ഇതില് തിന്നാൻ സാധ്യത ഉള്ളത് അഖിലേഷും നന്ദു കൃഷ്ണനും ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അരുണും നന്ദു ബിആറും മിക്കവാറും തട്ടിക്കളയാനാണ് ചാൻസ്. കഴിഞ്ഞ ആഴ്ച ഇപ്പൊ റിലീസ് ആയതുള്ളൂ, വയറൊന്നും ഒഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട്. നന്ദുബിയാർ എന്തായാലും ഷുവറാണ്. പക്ഷെ അവനെ എങ്ങനെ ഇത് നിർബന്ധിച്ച് വെറുപ്പിക്കും കഴിക്കാൻ വേണ്ടി. നമ്മൾ അവനെ സമ്മർദ്ദത്തിലാക്കും അല്ലേ? വീണ്ടും സമ്മർദ്ദം എടുക്കേണ്ടി വരും. അല്ല ഇടയ്ക്കൂടെ വന്നായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പോയി. ഇത് ഈ കാലാണ് കണ്ടത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ സൗണ്ട് ഉണ്ട് കേട്ടോ. വേവട്ടെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി അവന്മാർക്ക് വേണ്ടിട്ട് ഇത് പാഴ്സൽ ചെയ്യാം. രണ്ടാമത്തെ സെറ്റ്. അതെ, ഇത് നമ്മള് തണുത്തിട്ട് പാഴ്സൽ ചെയ്യും. ഇനിയാണ് നമ്മളുടെ യഥാർത്ഥ റിയൽ ടെസ്റ്റ്. ടെക്സ്ചർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ കിട്ടാൻ പോകുന്നത് ഈ കറിയിലായിരിക്കും. ശ്രീകാന്തിന്റെ ഫേവറേറ്റ്. എന്റെ ഫേവറേറ്റ് അല്ല, ഇവനാണ് വാദിച്ചത്, കറിക്ക് വേണ്ടി വാദിച്ചത് നീ. അതായത് ഇതായിരിക്കും ടേസ്റ്റും കഴിക്കാനും എളുപ്പം, പക്ഷെ ഇതായിരിക്കും റിയൽ ടെസ്റ്റ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ലേശം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ സവാള ഇടും. ഇപ്പൊ നമ്മള് വറുത്ത ഇതുണ്ടല്ലോ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഓക്കെ, തള്ളി ഇറക്ക്. ടൊമാറ്റോ ഇടണോ? കിടക്കട്ടെ, ഒരു കളർ വരട്ടെ, പുളിപ്പൊക്കെ അതൊന്നും വേണ്ട, അതൊന്നും ഇപ്പൊ വേണ്ട. ഇതിന് നമുക്കിട്ട് ഇളക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം. എന്നിട്ട് അതിൽ നമുക്ക് മസാല വയ്ക്കണം. സത്യം പറഞ്ഞാൽ തക്കാളിക്ക് മുന്നേ ആയിരുന്നു മസാല ഇടാൻ. അത് ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്നതാണ്. അല്ല നമ്മളിതൊന്ന് വ്യത്യസ്തമാകും. ശരിയാവൂല, മറന്നു. ഇനിയിപ്പോ എപ്പോഴും മസാല ഇട്ടോ, എന്നാലും ഒരു അല്ലല്ല, ഇതൊന്ന് വാടിയിട്ട് മസാല ഇടാം. നമ്മള് നീ പറഞ്ഞത് കൊണ്ട് മാത്രം അത് ഇഗ്നോർ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂന്തൽ എല്ലാരും ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എന്നെ നേരിട്ട് ഒന്ന് കണ്ടിട്ട് പറഞ്ഞു നീ അത് ട്രൈ ചെയ്യല്ല. അങ്ങനെ പറഞ്ഞാ ചെറുതായിട്ടൊന്ന് റബ്ബറായി പാളിയില്ല, പാള ചോദിച്ചില്ലല്ലോ. കുക്കറിൽ എന്താ ഉണ്ടാക്കിയൊരു സാധനം, ചിക്കൻ എന്താ വെച്ചിട്ട് സാമ്പാറല്ല, മജ്ഹൂദാണ്. അതിനു മുമ്പേ പഴംപൊരിയും ബീഫും പാളിയത് ഓർമ്മയുണ്ടോ? അത് നമ്മൾ പാളിയത് അറിയിച്ചില്ല. 5:30 തുടങ്ങിയിട്ട് 10:30 തീർന്നില്ല, എന്നിട്ടും അത് വെന്തില്ല. പക്ഷെ ഇവരെന്നെ ഭയങ്കര സഹായിച്ചു കേട്ടോ. അതിന് എന്താ ആക്ടിങ്. അഖിലേഷിന്റെ ആക്ടിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു രക്ഷയില്ല. വിഘ്നേഷ് ആണോ? വിഘ്നേഷ് ഉണ്ടെങ്കിൽ വെട്ടി തുറന്നതായി പറയും. ബിആറും ചിലപ്പോഴൊക്കെ, ചിലപ്പോഴല്ലേ മിക്കപ്പോഴും കൊള്ളാമെങ്കിൽ ചിലപ്പോൾ അവൻ പറയും. ഇനി മസാല ഇടാം, മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി. ഫസ്റ്റ് നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നു. അടുത്തത് നല്ല കളറായി ഗരം മസാല. ഇനി ഗരം മസാല എല്ലാം ഇട്ടോ, നോക്കിക്കോണേ. ഇട്ടോ കുറച്ച് ഇട്ടോ മതി. കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കാം. ഒന്നും ഇട്ടോ. ഇപ്പം ഒരു സാധനം വന്നു, ഒരു കറിയിലെ ഒരു സാധനം കണ്ടോ? തക്കാളിക്കറി പോലെ. മാറ്റി വെക്കണോ? മാറ്റി വെക്കണോ തക്കാളി കറി? എനിക്ക് നല്ലത് വല്ല വാങ്ങി തന്നാ മതി. നല്ല
നിനക്ക് 2 ഉരുളക്കിഴങ്ങും കൂടെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നിനക്കുള്ള ഭക്ഷണം റെഡി. അതുപോലെ നമുക്ക് ചെലവ് ചുരുക്കൽ ഭാഗമായിട്ട് നീയല്ലേ അതിൽ കൂടുതൽ വാദിക്കുന്നത്. ശരിയാണ്. അപ്പം നീ സഹകരിക്കണ്ടേ? നല്ല ബീഫിന്റെ. പക്ഷെ ഇതില് ഇത് വന്ന് കിടക്കുമ്പോ എങ്ങനെ ഇരിക്കും? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവന്റെ ഇഷ്ടമല്ലേ? എന്റെ ഇഷ്ടം. നിന്റെ ഇഷ്ടം കറി എന്നാണ് ആദ്യം പറഞ്ഞത്. ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാണ് അവര് തുടങ്ങിയത് ഫസ്റ്റ്. പിന്നെ ഡിസ്ഗസ്റ്റിംഗ് ഫീൽ ആയപ്പോ അവര് ഫ്രൈ ആക്കിയത്. അപ്പൊ നമുക്കിനി ചിക്കൻ ഇടാം. ചിക്കൻ ലെഗ്സ് കൈ കൊണ്ട് വാരിയിടാ അങ്ങോട്ട് പതുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പൊ ഇത് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് തന്നെ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇങ്ങനെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇതല്ലേ മോളി. ഇത് ഉല്ലാസ് പറഞ്ഞത് മാത്രം. ഇപ്പൊ ഒരു ഭംഗി വന്നു. അത് ഇളക്കണ്ടായിരുന്നു. ഇളക്കാതെ എങ്ങനെ അപ്പൊ ഭംഗി പോയി. അപ്പൊ നമുക്കിതൊരു 3-4 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചൊന്ന് വയ്ക്കാം. അപ്പൊ ഇതിലൊന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ മിസ്സിംഗ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമുക്കിത് പൊതിഞ്ഞെടുക്കാം. അതെ നമ്മൾ ആരെയും അങ്ങനെ ഒഴിവാക്കാറില്ല. ഇല്ല, അവർക്ക് നഷ്ടപ്പെടരുത്. ഈ ടേസ്റ്റ് അവരെ കിട്ടാതെ ഈ ഓപ്പർച്യൂണിറ്റി അവർ മിസ്സാക്കാൻ പാടില്ല. അവർ നാളെ ഒരു കാലത്ത് വിചാരിക്കരുത് അവർക്ക് നമ്മളിത് കൊടുത്തില്ലല്ലോ, പരാതി പറയരുത്. അതുകൊണ്ട് മാത്രം ഒരു പൊതി. ഇവിടെ ഇതെന്തായി? ഇത് സെറ്റായി. ഇത് നമുക്ക് സെറ്റായി. നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇത് പകരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഫീറ്റ് എന്തോ ഒരു സാധനം. പെരട്ട് കറി. പറയുന്നത്. അപ്പം ഇത് കഴിച്ചു നോക്കാൻ നമുക്ക് അങ്ങനെ പറയരുത്. കറിക്ക് വേണ്ടി അല്ല ആദ്യം ചെയ്ത് ഗ്രേവി കൊള്ളാം കേട്ടോ. നല്ല ഗ്രേവി കഴിച്ചു നോക്കും. നല്ല മാംസപിംഗളമായ കഴിക്കും. എനിക്കില്ല, നീയാണ് ആദ്യം കഴിക്കണ്ട. ഞങ്ങളെല്ലാം ഓരോന്ന് എടുക്കുന്നുണ്ട്. വേണ്ട, മണ്ണ് മാന്തി എടുക്കുമ്പോൾ ഇങ്ങനെ അടിക്കും. ചൂടാറട്ട് അതൊക്കെ മതി, തിടുക്കം വേണ്ട. ഞാൻ നിനക്ക് സ്നേഹത്തോട് തരണില്ല, തിന്നാതിരിക്കും. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നരുത്. കൂന്തലും ഇങ്ങനെ കഴിച്ചതാ. കൊള്ളാം. ഞാനും കഴിച്ചു. ഭയങ്കര ചൂട്. കറി മാത്രമേ കഴിച്ചോളൂ. കറി മാത്രമേ കഴിച്ചോളൂ. ഉടായിപ്പ നമ്മളെടുത്ത് കാണിക്കണം. ഫ്രൈ ആണോ ഇതാണോ നല്ലത്? ഫ്രൈ. ഇതിനൊരു ടെക്സ്ചർ, ഒരു എന്താ പറയാ, ഒരു വരുന്നില്ലല്ലേ അല്ലെങ്കിലും ഇത് വരുന്നില്ല. ആ ഒരു മാംസമൊന്നും ഇല്ല, ഇളവി വരണില്ല. എല്ല് ക്രിസ്പായിട്ട് കഴിക്കുമ്പോ ഒരു ഇതുണ്ടല്ലോ, ആ സാധനം മറ്റേ ഫ്രൈയിലേ ഉള്ളൂ, ഇതിലില്ല. നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. പക്ഷെ എത്ര പോരാ, ഇത് എന്തായാലും കൊള്ളാം. ഫ്രൈ. കാരണം ഇത് കറി ആയതുകൊണ്ടേ നമ്മൾ കഴിക്കുമ്പോ ഒരു ക്രിസ്പിനെസ് ഇല്ലാത്തതുകൊണ്ട് ഒരു മാതിരി തോന്നും. പക്ഷേ ഗ്രേവി സൂപ്പർ കേട്ടോ. ഗ്രേവി അതൊരു പൊറോട്ടയിൽ അടിച്ചാൽ സൂപ്പർ ആയി. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ചിക്കൻ ഫീറ്റ് റെസിപ്പീസ് 2 റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്തത്. രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നമ്മൾ വിചാരിക്കുന്നു. വളരെ നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ 2 എണ്ണം ഉണ്ടാക്കിയ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ 2 കറിയാണ് ചെയ്തത്. 2 in 1. അത് നമ്മൾ പൊതുവെ അങ്ങനെ എടുക്കാത്ത ഒരു സാധനമാണ്. ഒരു വെടിക്ക് 2 എടുത്തു. കുഴപ്പമില്ല. നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് സാധനമായിരിക്കും. പക്ഷെ അല്ല, രുചിയുണ്ട്. എഡിബിൾ സാധനമാണ്, ടേസ്റ്റ് ഉണ്ട്, വേറൊരു ടൈപ്പ് സാധനമാണ്. നിങ്ങൾ ആരും അങ്ങനെ ഡിസ്ഗസ്റ്റിംഗ് വിചാരിച്ചിരിക്കണ്ട അല്ലേ. വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഫ്രൈ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നമുക്കിനി ഒരു സാധനം കൂടി ബാക്കിയുണ്ട്, മെയിൻ ആയിട്ടുള്ള സാധനം. ഷെയറിംഗ് ഈസ് കെയറിംഗ്. അതെ നമ്മളിത് ഓരോരുത്തരെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി കൊടുക്കും. അവർക്കൊരു അവസരം. വരാത്തവർക്ക് നമ്മൾ വീട്ടിൽ ഹോം ഡെലിവറി ചെയ്തിട്ട് കരുതൽ അവർക്ക് ഓരോരുത്തരുമായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ പോകുന്നില്ല, റിയാക്ഷൻ ഒപ്പി എടുത്തിട്ട് നമ്മൾ പോകും. ആർക്ക് ആദ്യം കൊടുക്കാം? ബിആറിന് ആദ്യം കൊടുക്കാം. നന്ദു ബിആറിന് ആദ്യം കൊടുക്കാം. നമുക്ക് തുടങ്ങാം. അപ്പൊ അങ്ങോട്ട് പോകാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നന്ദു ബിആറിനെ വിളിക്കാം. നന്ദു ബിആർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ അവനൊന്ന് മിസ് കോൾ അടിച്ചായിരുന്നു. ഹലോ പറയടാ. എടാ ഒന്ന് വെളിയിറങ്ങി വരുവാടാ. എന്താടാ ഇവിടെ ഒരു സാധനം തരാം, പെട്ടെന്ന് വാ. സമയമല്ല, പെട്ടെന്ന്. എനിക്ക് നാളെ സമ്മതിക്കില്ല. ഇപ്പം 2 മിനിറ്റ് വാ, വന്നിട്ട് പോവാം. കമോൺ, ഗേറ്റിന്റെ പുറത്ത്. നീ ഒരു എസ് പറഞ്ഞാൽ ഇവിടെ ചരിത്രമാവും. അതെ, വാ. അവന് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്ന് പറഞ്ഞാല് ഈ നമ്മൾ ആൾക്കാർ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ഒരു സംശയം വരും. കാര്യം നല്ലതൊന്നും ഇങ്ങനെ കൊടുത്തിട്ടില്ല. അത് ശരിയാണ്. ബിആറിന് കൊതിയായിരുന്നു, ഇപ്പൊ തന്നെ നിക്കാണ് പുറത്ത്. ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ട് എനിക്ക് വേണ്ട. വേണം. നമ്മളെല്ലാരും കഴിച്ചു. ഇത് വേണ്ടത് ചോയ്സ് അല്ല. നമ്മൾ കഴിച്ചടാ. OSB മെമ്പർ
യു ആർ സപ്പോസ് ടു എടാ ഞാൻ ആരെ വിശ്വസം നിങ്ങളെ വിശ്വസിക്കാം. നീയൊക്കെ പോയി വേർത്തൊന്ന് കഴിച്ചിട്ടായിരിക്കും വന്നത്. നിന്നെ കൊണ്ട് പോകാനാണ് വന്നത്. കഴിച്ച് ഈ സാധനം മാത്രം കഴിച്ചു. ഇതിന്റെ മണമാണ് അത്. എടാ, അത് തുറക്കട്ടെ. പോടാ അങ്ങോട്ട്. ഇത് കാണുമ്പോ നിനക്ക് കഴിക്കാൻ നിനക്ക് അടിപിടി കൂടുന്നു ഇത്. ഇതെന്തോന്ന് കഴിച്ചാണോ? കഴിച്ചാണ്. നല്ല മുഴുത്തൊരു കാലെടുത്ത് കഴിച്ചാണ്. കഴിക്കടാ. ഈ ഫിംഗർ കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. അങ്ങനെയല്ലേ ഇവിടെ അങ്ങനെയല്ല കഴിക്കാം. അതല്ല കൊള്ളാന്നുള്ള ഫിംഗറാണ് കൊള്ളാന്നുള്ള. കഴിച്ചു അങ്ങനെയൊന്നും വരൂല. കടിച്ചിട് ഇത്ര ഡിസ്കസ്റ്റിംഗ് ടേസ്റ്റ് ഉണ്ട്. എന്നെ രസമുണ്ട്. അല്ല ഇത് പ്രതീക്ഷാത്രം മോശമല്ലല്ലോ. ഇത് നമ്മുടെ ഒരു മെന്റൽ ബ്ലോക്ക് ആണ് പ്രശ്നം. എനിക്ക് നല്ല മെന്റൽ ബ്ലോക്ക് ഉണ്ട്. എനിക്കും ഉണ്ട്. കുറച്ച് കഴിച്ചു എനിക്ക് വേണ്ട. അടുത്ത പീസ് കഴിച്ചു. അത് ഞാൻ കഴിച്ചു നോക്കാം. എനിക്ക് മെന്റൽ ബ്ലോക്ക് ഉണ്ട്. പക്ഷെ രണ്ടുതവണ ഞാൻ കഴിക്കാൻ ശ്രമിച്ചു. കഴിക്കുന്നില്ല. കഴിച്ചു ചെറുതായിട്ട്. ഞാൻ സത്യത പറയുവരെ അടിപൊളി മസാല പൊളിയാണ്. പക്ഷെ എനിക്ക് ആ നേരത്തെ അവിടെ കണ്ടിട്ട് വന്നോണ്ടാണെന്ന് തോന്നുന്നു കഴിക്കാനൊരു മടിയുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗം ഓക്കെ, എനിക്ക് ഇത് കഴിക്കാൻ ഭയങ്കര അടുക്കള കഴിച്ചു. ഈ ഒരു ഭാഗം കഴിച്ചു. ഞാൻ കഴിച്ചത് ഇഷ്ടപ്പെട്ടു. ടെക്സ്ചർ ഓക്കെയാണ്, പക്ഷെ ഞാൻ കണ്ടതിന്റെ ഒരു പ്രശ്നമുണ്ട്. എടുത്തില്ലേ? എനിക്ക് കറി ഉണ്ടായിരുന്നു. കറി ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വേണ്ട ഇത് തന്നെ ഞാൻ കഴിച്ചു വന്നു. ഞാൻ ഒരു പീസൊക്കെ കഴിച്ചു കേട്ടോ. ശരിക്കും ഞാൻ കാര്യം പറയുന്നത്, ഈ മസാലയിട്ട് ചിക്കൻ ഫ്രൈ അടിച്ചാൽ സൂപ്പർ ആയിരിക്കും. അത് വൺ ടൈം വണ്ടർ. അതിന് ചിലപ്പോൾ അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ആളിന്റെ അടുത്ത് പോവാം. അടുത്ത നമുക്ക് അരുണിന്റെ അടുത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ വിക്ടിംഗ് നമ്പർ 2 വിക്ടിംഗ് നമ്പർ 2 നമ്മൾ വിളിക്കുകയാണ്. അത് അരുണാണ്. അരുണിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. നോക്കാം. ലൈവാണ്. എടാ, ഒന്ന് വെളിയിറങ്ങി വരുവോടാ? എന്തിനാണ് കോഴിക്കാരനാണോ? അല്ലടാ, വേറൊരു സാധനത്തിന് വാ മനസ്സിലായി. വാ ഇപ്പൊ പോ. എടാ വാടാ അരുണേ, വാടാ മോനെ. ഗേറ്റിന്റെ ഉള്ളിൽ വന്നു. ശരി. ഏതാനും നിമിഷങ്ങൾക്കകം അരുൺ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. 10 മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യണം. അവൻ വരണില്ല. നമ്മൾ പോകുന്നു വിചാരിച്ചായിരിക്കും. അവൻ കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്യും. സെക്കൻഡ് വാക്കാണ്. ഇഷ്ടമുള്ള പീസ് എനിക്ക് സെലക്ട് ചെയ്യാം. സീരിയസ് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കോ. മുഴുത്തൊരു കഴിക്കടാ. നമ്മളെല്ലാരും കഴിച്ചതാ. നീ അതിനെ സ്പോർട്സ്മാൻ നീ ഒന്ന് ചവച്ചാണ്. ഞാൻ കഴിക്കാം. അവന് എമ്മി അവൻ 4 എണ്ണം കയറ്റി. ഇനി നമ്മൾ ഇത് പിടിച്ചു വാങ്ങാണ് വെച്ചത് അവന്റെ. തുപ്പുന്നുണ്ടല്ലോ നീ. അത് പിന്നെ എല്ലും കൂടെ ഞാൻ വിഴുങ്ങണോ? കടിച്ചു വിഴുങ്ങി. ഇത് കടിച്ചു വിഴുങ്ങിയാ മതി. അതല്ല, ഇതാണ് ടേസ്റ്റ്. എടാ അത് അല്ല അവിടുത്തെ സത്യം പറഞ്ഞ മസാല. അത് എന്റെ അല്ലടാ. ഇവിടെ മസാല. ഇവിടെ വന്ന് കഴിച്ചു നോക്ക്. ആ ഫിംഗർ കഴിച്ചു നോക്ക്. എടാ അവിടെ എല്ലാം കഴിക്കാനാ. ഈ മിഡിൽ ഫിംഗർ കഴിക്കേ. ഇൻഡെക്സ് ഫിംഗർ എങ്കിലും കഴിക്കേ. എടാ കഴിക്കേ, സന്തോഷത്തോടെ. ഇത് കഴിക്കുന്ന സാധനം തന്നെ. മൊത്തത്തിൽ കഴിയടേ. ഇപ്പൊ ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? പക്ഷേ കാലായോണ്ട് ഒരു മൈൻഡിലൊരു മെന്റൽ ബ്ലോക്ക് ഉണ്ടല്ലേ. ടേസ്റ്റ് ഉണ്ട് ഫ്രൈ പോലെ. നീ എന്തെടുത്ത് എറിഞ്ഞത് അങ്ങോട്ട്? ആ പട്ടിക്കെങ്കിലും കൊടുക്കാറുണ്ടല്ലോ. പട്ടിക്ക് കൊടുക്കാം. അവന് കൊടുക്കാം. അവന്റെ പട്ടിക്ക് കൊടുക്കാം ഒരു ട്രീറ്റ് ആയിട്ട്. ചുമ്മയാണ് പോണഴി മൊത്തം കഴിക്കാതെ. ഇനി നമുക്ക് അടുത്ത ആരെടുത്ത് പോവാം? അഖിലേഷിന്റെ. അഖിലേഷ് ഒരു ഈസി ടാർജറ്റാ. അഖിലേഷ് ഫുള്ള് കഴിക്കൂടാ. അവന് പറ്റും. പക്ഷെ എനിക്കൊണ്ട് ചിലപ്പോ ഇത്രയും പേര് പറഞ്ഞതുകൊണ്ടേ ചിലപ്പോ അഖിലേഷ് കഴിക്കൂലായിരിക്കും. ഉറപ്പ് 100% എഴുതി ഒപ്പിട്ട് തരാം. ഞാൻ 500 രൂപ പറ്റും. ഞാൻ പറ്റുന്ന വെക്കണ്ട കാര്യം. അവൻ കഴിക്കും. എനിക്കറിയാം അവൻ കഴിക്കും. കോൺഫിഡൻസ് ഇല്ലെന്ന്. ഇല്ല, അഖിലേഷ് കഴിക്കും. അപ്പൊ ഇനി അങ്ങോട്ട് പോവാം. അടുത്ത ടേസ്റ്റ് ടെസ്റ്റിങ്ങിനായി നമ്മുടെ സ്വന്തം അഖിലേഷിന്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അഖിലേഷ് പുറത്തിറങ്ങി വരുമെന്ന് പറഞ്ഞു. ഉറങ്ങിയാടാ? നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങിയ ഉറങ്ങാനാണെങ്കിൽ ഉറക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഉറങ്ങാൻ പറ്റുമോ അവന്? നീയാണ് ഒരു ഇങ്കി പിങ്കി ഇല്ലാതെ കഴിക്കാൻ പറ്റും. ഇത് മുതുചൊറിയണ സാധനം പോലെ കഴിക്കണേ. കഴിച്ചേ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കഴിച്ച എന്നാലല്ലേ ഫിംഗേഴ്സ് ചവക്കി. ഇത്
ഇവിടെയൊക്കെ കുഴപ്പമില്ല. അതിനേക്കാളും നല്ലത് മറ്റേതാണ്. നീ കടിച്ചു കഴിക്കടാ. ഇതൊരു ആത്മാർത്ഥമായി ഇങ്ങനെ കടിക്കലടാ, ഫിംഗേഴ്സ് കടിക്കടാ. ഇവിടെയാ ആ അത് ഇല്ലടാ, അല്ലല്ല കടിച്ചു അത് ചവച്ച്. അങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ലടാ. വിരല് കഴിക്കുന്നില്ലേ? വിരലും കൂടെ കടിക്കടാ. അതായത് ഇതിന്റെ ഇടയിലാണ് കേട്ടോ എന്റെ മാംസം ഇരിക്കുന്നത്. ഇവൻ വിരലിൽ കടിക്കല്ലേ ഏട്ടാ. ഇടയില് മാംസം ഉണ്ടും. ആ എല്ലിൽ ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് വേറെന്തോ ഒരു ഫീൽ. ഞാൻ പറഞ്ഞില്ലേ അവന് ചെറിയൊരു ഇഷ്ടം വരുമെന്ന്. എന്ത് വിഷയം ഇതാണോ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ കഴിക്കണ ഇതാണ്. ഒരു വിരളം വലിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉള്ള അപ്പൊ ഗൈസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് പ്രതീക്ഷ പോലെ അല്ല. പാക്കറ്റോടെ മൊത്തത്തിൽ എടുക്കും. ഉച്ചയ്ക്ക് കൊണ്ടുപോയാണ്ട് ഓഫീസിൽ നാളെ ഓഫീസിൽ എല്ലാവർക്കും ട്രീറ്റ് ആണ് അഖിലേഷിന്റെ ആക. ചോദിച്ചാൽ മതി, അഖിലേഷ് തരും. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാ. നല്ല രസമായിരിക്കും. മസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇത് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ? ശരി. അല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മെന്റൽ ബ്ലോക്ക് തോന്നും. എനിക്ക് തോന്നി. എന്തായാലും ഇനി വെറൈറ്റി ഡിഷസുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും അല്ല നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോഴേ ഈ സാധനം അടഞ്ഞിരിക്കുകയാണോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇതിന് പുക വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ടേ നമ്മൾ തിളയ്ക്കാവുള്ളൂ. ഓൾമോസ്റ്റ് പ്രഷർ വരുന്നത് കട്ട് ചെയ്ത് പോകും. കൊള്ളാം. അല്ല, ഇത് നിങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ ഇതിനെ കുറിച്ച്. നീ പറയണ്ടേ ഇത് കട്ട് ചെയ്യോ? അത്ര ബോറായിട്ടാണ് ഞാൻ പറഞ്ഞത്. കൈയുടെ അങ്ങോട്ട് മിടിക്കുണ്ട്. ഓ, ഇങ്ങനെ ഇരിക്കലടാ. അത് വേണ്ട. അല്ല, അത് വേണം, അത് വേണം. അത് ഒടിഞ്ഞ്. അല്ല, അത് വേണം. ഇതെന്തായാലും ഒരു 3 കിലോ ഭാരമുള്ള കോഴിയുടെ കാലായിരിക്കും. എനിക്ക് ഉറപ്പാണിത്. തീ വേണോ ശകലം കൂട്ടി വെച്ച് കൊടുത്തോ? കുറച്ചുകൂടെ എണ്ണ ഒഴിക്കട്ടോ. വലത്തോട്ട് 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 മനുഷ്യ. ആ, കുറച്ചുകൂടെ ഒഴിച്ചോ, കുറച്ചുകൂടെ. എന്റെ ഇവിടെ നിന്ന് വലത്തോട്ട്. മതി, 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 മതി. അത് കൊള്ളാം കേട്ടോ. കറി വെക്കാനായിട്ട് ഇത് ഇപ്പൊ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഉണ്ടല്ലോ. ഇല്ല, 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 നമുക്കറിയാം കേട്ടോ. കുറച്ചുകൂടെ ഒഴിക്കും, ഇത് പറഞ്ഞു. ഇതെന്താ ഉദ്ദേശിച്ച് വയറ്റാൻ നിന്റെ പ്രോ എനിക്കറിയാം. ഇനി ചായ ചോദിച്ചു വാപ്പ കേട്ടാ, ഞാൻ ഇട്ട് തരാമേ. ശരിയാണ്. ഓരോരോ പാലിൽ 8 ചായയൊക്കെ വേണം. ചായ അടിയായിരുന്നു. എനിക്കത്ര ഇഷ്ടമായില്ല. ഓ പിന്നെ ഇല്ല നിർത്തി, എനിക്കിടല്ലോ. സ്വന്തമായിട്ടിട്ട് കുടിച്ചാൽ മതി. പക്ഷെ കാപ്പി കൊള്ളായിരുന്നടാ. അത് മഞ്ഞപ്പൊടി അല്ല. ഇത് മഞ്ഞ കളർ അല്ലേ? ആരായാലും തെറ്റിദ്ധരിക്കും. കണ്ണും കണ്ടുകൂടാ. ഇത് മറ്റേ മുംബൈ ഇവിടെ ഈ സൈഡിൽ കുറച്ച് മഞ്ഞ പോയിട്ട് അച്ഛന് കൊടുത്തു. അല്ല എങ്കിൽ അവൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു പീസ് കൂടെ വേണം.